റമളാനിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്. ഉലമാക്കൾ നമുക്ക് പറഞ്ഞു തരുന്നു, ഏതെങ്കിലും ഒരു മനുഷ്യൻ വെള്ളിയാഴ്ച സുബ്ഹി നമസ്കാരത്തിന് ശേഷം 3 പ്രാവശ്യം അവൻ ഒരു ദുആ പറഞ്ഞാൽ, ഒരു ദിക്ർ പറഞ്ഞാൽ, അല്ലാഹു തആല അവൻ്റെ മുൻകഴിഞ്ഞ മുഴുവൻ ചെറുപാപങ്ങളും പുറത്തു കൊടുക്കുന്നതാണ്. ഏതാണ് ആ ദിക്ർ എന്നറിയോ? എൻ്റെ ഈ ഉമ്മമാര്, എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉപ്പമാര്, ഈ ദുആ നമ്മളിങ്ങനെ ഒരുപാട് വട്ടം ചൊല്ലിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഖബറിൽ ഓഫർ കിട്ടുന്ന, അഥവാ ഖബറിൽ ശിക്ഷയില്ലാത്തവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തും ഈ ദുആ പറഞ്ഞാൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, വിശുദ്ധമായ, പവിത്രമായ, പരിശുദ്ധമായ റമളാൻ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച നമ്മളിലേക്ക് ആഗതമാകുന്നു. ഒരുപാട് പ്രത്യേകതകളും ഒരുപാട് പവിത്രതകളും കൊണ്ട് നിറഞ്ഞ ഈ വെള്ളിയാഴ്ച ദിവസം, അതിൽ ഒരുപാട് ദിക്റുകളും ഒരുപാട് സ്വലാത്തുകളും ഒരുപാട് ഖുർആനുകളും ഓതൽ സുന്നത്തും അതിനനുസരിച്ച് വലിയ പ്രതിഫലവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, വെള്ളിയാഴ്ച ദിവസം അത് ദിവസങ്ങളുടെ നേതാവാണ്. സയ്യിദുൽ അയ്യാം, ദിവസങ്ങളുടെ നേതാവാണ് വെള്ളിയാഴ്ച ദിവസം, യൗമുൽ ജുമുഅ. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ മഹാപ്രവാചകർ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള ഒരുപാട് പ്രവാചകന്മാരുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾക്ക് സാക്ഷിയായ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. അതുകൊണ്ട് തന്നെയാണ് സയ്യിദുൽ അയ്യാം, ദിവസങ്ങളുടെ നേതാവ് എന്ന് ഈ ദിവസത്തിന് പേര് വരാനുള്ള കാരണം. മാത്രമല്ല, വെള്ളിയാഴ്ച ദിവസം അത് മുഅ്മിനീങ്ങളുടെ, മുസ്ലിമീങ്ങളുടെ പെരുന്നാൾ ദിവസമാണ്. ഫുഖറാക്കൾക്ക്, പാവപ്പെട്ടവർക്ക് വലിയ സന്തോഷം പകരുന്ന ദിവസമാണെന്നും വിശുദ്ധമായ ഹദീസിൻ്റെ കിതാബുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്ക് നോക്കാം, വെള്ളിയാഴ്ച രാവ് മുതൽ വെള്ളിയാഴ്ച മഗ്രിബ് നമസ്കാരം വരെ തുടരെയായി ദുആ ചെയ്യുന്ന ഒരു ദുആയുണ്ട്. ഏതാണ് ആ ദുആ എന്നറിയോ? അല്ലാഹുമ്മ അഹീനാ അലൽ കിതാബി വസ്സുന്ന വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ അല്ലാഹുമ്മ അമിത്നാ ഫീ ലൈലത്തിൽ ജുമുഅത്തി ഔ ഫീ നഹാരിഹാ യാ റബ്ബൽ ആലമീൻ. ഒന്നുകൂടി പറയാം, എൻ്റെ ഉമ്മമാരൊക്കെ കേട്ടിട്ടുണ്ടാകും. എൻ്റെ വാപ്പമാർ എല്ലാ വെള്ളിയാഴ്ച രാവിലും പകലിലും പള്ളിയിലെ ഉസ്താദുമാർ ദുആ ചെയ്യുന്നത് കേട്ടിട്ടുണ്ടാകും. ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ അഹ്യിനാ അലൽ കിതാബി വസ്സുന്ന വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ അല്ലാഹുമ്മ അമിത്നാ ഫീ ലൈലത്തിൽ ജുമുഅത്തി ഔ ഫീ നഹാരിഹാ യാ റബ്ബൽ ആലമീൻ. വളരെ പ്രസക്തമായ, വളരെ അത്ഭുതമായ ഒരു ദുആയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്നത്. എന്താണ് ആ ദുആയിൻ്റെ അർത്ഥമെന്ന് നമുക്ക് നോക്കാം. അല്ലാഹുമ്മ അഹ്യിനാ അലൽ കിതാബി വസ്സുന്ന. അല്ലാഹുവേ, പാവപ്പെട്ട ഞങ്ങളെ നീ കിതാബിലും നീ സുന്നത്തിലുമായി, അഥവാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് പ്രാവർത്തികമാക്കുന്ന, പരിശുദ്ധമായ ഖുർആൻ അംഗീകരിക്കുന്ന നല്ല ആളുകളിൽ ഞങ്ങളെ നീ ജീവിപ്പിക്കണേ അല്ലാ. വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ. അല്ലാഹുവേ, ഞങ്ങളെ നീ മരിപ്പിക്കുമ്പോൾ, ഞങ്ങളെ നീ ഏത് സമയത്താണോ മരിപ്പിക്കുന്നത് ആ സമയത്ത് ഈമാനും തൗബയും ഇഖ്ലാസും അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. എത്രയോ ശ്രേഷ്ഠമായ ദുആയാൻ, തീർന്നില്ല. അതിൻ്റെ ബാക്കി പറയുന്നു, അല്ലാഹുമ്മ, അല്ലാഹുവേ, അല്ലാഹുമ്മ അമിത്നാ, അല്ലാഹുവേ ഞങ്ങളെ നീ മരിപ്പിക്കണേ ഫീ ലൈലത്തിൽ ജുമുഅ ഔ ഫീ നഹാരിഹാ യാ റബ്ബൽ ആലമീൻ. ഒന്നുകിൽ ഞങ്ങളെ മരിപ്പിക്കുമ്പോൾ വെള്ളിയാഴ്ച രാവിലോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകലിലോ ഞങ്ങളെ നീ മരിപ്പിക്കണേ അല്ലാ. എത്രയോ ശ്രേഷ്ഠമായ ദുആ. എന്തിനാണ് ഇങ്ങനെ ദുആ ചെയ്യുന്നത്? വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ ഞങ്ങളെ നീ മരിപ്പിക്കണേ എന്ന് ദുആ ചെയ്യാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം. നബി തങ്ങൾ പറയുന്നുണ്ട്, വെള്ളിയാഴ്ച പകലിലോ വെള്ളിയാഴ്ച രാവിലോ ഏതെങ്കിലും ഒരു മുഅ്മിനായ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവനിക്ക് ഖബറിൽ ശിക്ഷ ഉണ്ടാകുന്നതല്ല. സ്വഹീഹായ ഹദീസാണ്. അവനിക്ക് ഖബറിൽ ശിക്ഷയുണ്ടാകുന്നതല്ല, അവനിക്ക് ഒരുപാട് 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 ശ്രേഷ്ഠതകളും ഒരുപാട് ഫദ്ലുകളും അള്ളാഹു ആ ഖബറിൽ കൊടുക്കുന്നതാണ്. ആ മയ്യത്തിനെ അള്ളാഹു തആല വലിയ രൂപത്തിൽ പരിഗണിക്കുന്നതാണെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ആ ദുആ എൻ്റെ ഉമ്മമാര്, എൻ്റെ ഉപ്പമാര് ഒരുപാട് വർദ്ധിപ്പിക്കണം, ഒരുപാട്
ഒരുപാട് വർദ്ധിപ്പിക്കണം. ഒന്നുകൂടി പറഞ്ഞു തരാം, ഒന്നിച്ച് നമുക്ക് ചൊല്ലാം. അല്ലാഹുമ്മ അഹ്യിനാ അലൽ കിതാബി വസ്സുന്ന വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ അല്ലാഹുമ്മ അമിത്നാ ഫീ ലൈലത്തിൽ ജുമുഅത്തി ഔ ഫീ നഹാരിഹാ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് ആ ദുആ ആരും മറന്നു പോവണ്ട. ഇനിയോ ഒരുപാട് ശ്രേഷ്ഠതകൾ ഈ വെള്ളിയാഴ്ച ദിവസത്തിനുണ്ട്. ഈ വിശുദ്ധമായ റമദാനിൽ ഈ ഒരു പ്രാവശ്യം ഈ ദുആ നമ്മൾ ചെയ്താൽ 70ഉം 700ഉം 7000ഉം ഒക്കെ പ്രാവശ്യം ദുആ ചെയ്ത പ്രതിഫലമാണ് അള്ളാഹു നമുക്ക് നൽകുന്നത്. കാരണം ഈ വിശുദ്ധമായ റമദാനിൽ ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ 70 സുബ്ഹാനല്ലാഹ് പറഞ്ഞതുപോലെ, ഒരു അൽഹംദുലില്ലാ, ഒരു അല്ലാഹു അക്ബർ പറഞ്ഞാൽ 70ഉം 700ഉം 7000ഉം. കാരണം അള്ളാഹുവിന് ഒരു മടിയുമില്ല നമുക്ക് പ്രതിഫലം നൽകാൻ. നമുക്കാണ് അള്ളാഹുവിനോട് ചോദിക്കാൻ മടി. അതുകൊണ്ട് എൻ്റെ ഈ ഉമ്മമാര്, എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉപ്പമാര്, ഈ ദുആ നമ്മളിങ്ങനെ ഒരുപാട് വട്ടം ചൊല്ലിയാൽ ഏത് സമയത്താണ് നമ്മുടെ ദുആ സ്വീകരിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു ദുആ സ്വീകരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ ദുആ പറയുന്നതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഖബറിൽ ഓഫർ കിട്ടുന്ന, അഥവാ ഖബറിൽ ശിക്ഷയില്ലാത്തവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തും. ഈ ദുആ പറഞ്ഞാൽ അള്ളാഹു ആ ഭാഗ്യവാന്മാരിൽ പെടാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. പിന്നെയോ ഈ വിശുദ്ധമായ റമദാൻ മാസത്തിൽ ഒരുപാട് ദിക്റുകൾ നമുക്ക് ചൊല്ലാനുണ്ട്. റമദാനിൽ നമ്മൾ ചൊല്ലുന്ന ദുആയുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനന്നാർ. അതൊരിക്കലും മുടക്കരുത്. റമദാൻ 30 ദിവസവും നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യണം. അതുപോലെ പ്രത്യേകിച്ച് സ്പെഷ്യലായി റമദാനിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ, റഹ്മത്തിന്റെ 10 ദിവസങ്ങൾ നമ്മൾ പറയുന്നു അല്ലാഹുമ്മർഹംനീ യാ അർഹമർ റഹീമീൻ. കരുണയുള്ള റബ്ബേ, ഞങ്ങൾക്ക് നീ കരുണ ചെയ്യണേ. നമുക്ക് അള്ളാന്റെ കരുണയില്ലാതെ ഒരു വസ്തുവും നമുക്ക് ലഭിക്കാനില്ല. സ്വർഗത്തിൽ കടക്കണമെങ്കിൽ പോലും നമുക്ക് അള്ളാഹുവിന്റെ കരുണ വേണം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, ഇല്ലാ അയ്യതഗമ്മദനി അല്ലാഹു മിൻ റഹ്മത്തി. അല്ലാഹു തആല അവന്റെ കരുണ കൊണ്ട് എന്നെ പൊതിഞ്ഞാലല്ലാതെ എനിക്കും രക്ഷയില്ല സ്വഹാബത്തെ എന്ന് നബിതങ്ങൾ പോലും പരിചയപ്പെടുത്തിയ അള്ളാഹുവിന്റെ കരുണ അത് നമുക്ക് വേണം. അതിനെന്ത് ചെയ്യണം? എപ്പോഴും നമ്മൾ ദുആ ചെയ്യണം. പ്രത്യേകിച്ച് റമദാനിന്റെ ഈ ആദ്യത്തെ 10 ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരുപാട് വട്ടം നമ്മൾ ചൊല്ലണം. എന്ത്? അല്ലാഹുമ്മർഹംനീ യാ അർഹമർ റഹീമീൻ. അതോടൊപ്പം തന്നെ ഉലമാക്കൾ നമുക്ക് പറഞ്ഞു തരുന്നു, ഏതെങ്കിലും ഒരു മനുഷ്യൻ വെള്ളിയാഴ്ച സുബ്ഹി നമസ്കാരത്തിന് ശേഷം 3 പ്രാവശ്യം അവൻ ഒരു ദുആ പറഞ്ഞാൽ, ഒരു ദിക്ർ പറഞ്ഞാൽ, അല്ലാഹു തആല അവന്റെ മുൻകഴിഞ്ഞ മുഴുവൻ ചെറുപാപങ്ങളും പുറത്തു കൊടുക്കുന്നതാണ്. ആ പാപങ്ങൾ കടലിന്റെ നുരയോളം വരുമെങ്കിലും അതും അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നതാണ്. ഏതാണ് ആ ദിക്ർ എന്നറിയോ? അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. ഒന്നുകൂടി പറഞ്ഞു തരാം. അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. എന്താണ് അതിന്റെ അർത്ഥം? അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവേ ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു. ഞാൻ ഒരുപാട് ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി ഒരുപാട് പാപങ്ങൾ ചെയ്തു. അതെല്ലാം ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുകയാണ്. പിന്നെയോ അല്ലദീ, എങ്ങനെയുള്ള അല്ലാഹുവാണ്? അസ്തഗ്ഫിറുല്ലാഹല്ലദീ, എങ്ങനെയുള്ള അല്ലാഹുവാണ്? ലാ ഇലാഹ, അവനല്ലാതെ ഒരു ആരാധനക്കർഹനുമില്ല. അൽ ഹയ്യുൽ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ, എല്ലാ കഴിവുകളുമുള്ള, എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ കഴിവുള്ള അല്ലാഹു. ആ അല്ലാഹുവേ, നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു. വഅതൂബു ഇലൈ, നിന്നിലേക്ക് ഞാൻ തൗബ ചെയ്തു മടങ്ങുന്നു അല്ലാ. ഈ ദിക്ർ 3 പ്രാവശ്യം സുബ്ഹി നമസ്കാരത്തിന് ശേഷം എൻ്റെ ഉമ്മമാരെ ആ നിസ്കാരപ്പായിലിരുന്ന് തന്നെ നിങ്ങൾ 2 കൈകളും നീട്ടി അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്താൽ, എൻ്റെ ഉപ്പമാര് ഓരോ സുബ്ഹി നമസ്കാരത്തിന് ശേഷവും പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ഈ ദിക്ർ പറഞ്ഞാൽ നിങ്ങളുടെ പാപങ്ങൾ, നമ്മുടെ ചെറുപാപങ്ങൾ അള്ളാഹു പുറത്തു നൽകും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഒന്നുകൂടി ആ ദിക്ർ പറഞ്ഞു തരാം. അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. നമുക്കറിയാമല്ലോ, വെള്ളിയാഴ്ച ദിവസം ഒരുപാട് ഖുർആൻ ഓതേണ്ട ദിവസമാണ്. പ്രത്യേകിച്ച്
സൂറത്തുൽ കഹ്ഫ് നമ്മൾ ആരും വിട്ടുപോകരുത്. സൂറത്തുൽ കഹ്ഫ് റമദാൻ അല്ലാത്ത മാസത്തിൽ ഓതിയാൽ ഒരുപാട് പ്രതിഫലമാണ്. പക്ഷേ പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ നമ്മൾ ഈ സൂറത്തുൽ കഹ്ഫ് ഓതിയാൽ കിട്ടുന്നത് മുത്തായ റസൂൽ നമുക്ക് പറഞ്ഞു തരുന്നു. അവൻ ഈ റമദാൻ മാസത്തിൽ ഒരു മനുഷ്യൻ സൂറത്തുൽ കഹ്ഫ് ഓതിയാൽ അടുത്ത റമദാൻ വരെ അതുപോലെ അടുത്ത വെള്ളിയാഴ്ച ദിവസം വരെ അവൻ്റെ മുഴുവൻ പ്രയാസങ്ങളും മുഴുവൻ പ്രശ്നങ്ങളും മുഴുവൻ സങ്കടങ്ങളും അള്ളാഹു മാറ്റിക്കൊടുക്കുമെന്ന് മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. പക്ഷെ നമ്മളൊക്കെ ഒരുപാട് സൂറത്തുൽ കഹ്ഫ് ഓതുന്നുണ്ട്, പക്ഷെ എൻ്റെ പ്രയാസം മാറുന്നില്ലല്ലോ, എൻ്റെ പ്രശ്നങ്ങൾ മാറുന്നില്ലല്ലോ. അത് നമ്മുടെ കുഴപ്പം കൊണ്ട് തന്നെയാ. ഓതുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതുപോലെ ഓതുന്ന സമയത്ത് ഒരുപാട് ഹൃദയ സ്പ്രിക്കായി ഒരുപാട് തഖ്വയോടെ ഇഖ്ലാസോടുകൂടി നമ്മൾ ഓരോ ആയത്തും ഓതാൻ ശ്രമിക്കുക. എങ്കിൽ നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അല്ലാഹു തആല മാറ്റി നൽകും. അതുകൊണ്ട് സൂറത്തുൽ കഹ്ഫ് നമ്മൾ ആരും മറന്നു പോവാൻ പാടില്ല. അടുത്തതായി വെള്ളിയാഴ്ച ദിവസം നമ്മൾ ഒഴിവാക്കാൻ പാടില്ലാത്ത കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്. ഒരു മനുഷ്യൻ ഒരു സ്വലാത്ത് അവൻ എപ്പോൾ ചൊല്ലിയാലും അവനിക്ക് ഒരുപാട് പ്രതിഫലമാണ്. പ്രത്യേകിച്ച് റമദാൻ മാസമാണ്, റമദാനിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്. ഈ സമയത്ത് ഈ സ്വലാത്ത് ചൊല്ലിയാൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ സാധാരണ 10 ദറജ അവന് ഉയർത്തപ്പെടും, 10 തിന്മകൾ മായ്ക്കപ്പെടും, 10 നന്മകൾ എഴുതപ്പെടും. എങ്കിൽ ഇവിടെ 10 എന്നുള്ളത് ഒരുപക്ഷെ 100 ആവാം, 1000 ആവാം, 10,000 ആവാം, ലക്ഷക്കണക്കിനാവാം. കാരണം ഈ പ്രതിഫലം നൽകുന്നതിന് അള്ളാഹുവിന് ഒരു മടിയുമില്ല. ഈ പ്രതിഫലം ഒക്കെ നൽകാൻ അള്ളാഹുവിന് ഒരു മടിയുമില്ല. അതുകൊണ്ട് ഒരുപാട് സ്വലാത്ത്, ഏത് സ്വലാത്താണ് ഉസ്താദെ ഓതേണ്ടത് എന്ന് ഒരുപാട് ഉപ്പമാര് സംശയം ചോദിച്ചിട്ടുണ്ട്. സ്വലാത്തുകളിൽ വെച്ച് ഏറ്റവും എല്ലാ സ്വലാത്തും ശ്രേഷ്ഠമാണെങ്കിലും ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്ത് അത് ഇബ്രാഹിമിയ സ്വലാത്താണ്. നമ്മളൊക്കെ നമസ്കാരത്തിൽ അത്തഹിയ്യാത്തിൽ ഓതുന്ന സ്വലാത്തുണ്ടല്ലോ, ആ ഇബ്രാഹിമിയ സ്വലാത്താണ് ഏറ്റവും വലിയ ശ്രേഷ്ഠമായ സ്വലാത്ത്. ഇനി ഒരാൾക്ക് അതിങ്ങനെ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ട് ഓതാൻ സാധിക്കുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോവുകയാണെങ്കിൽ സിമ്പിളായിട്ട് ചൊല്ലാം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സിമ്പിൾ സ്വലാത്ത് അതിങ്ങനെ ഒരുപാട് വട്ടം ചൊല്ലിക്കൊള്ളുക. അപ്പോൾ ഉമ്മമാർക്ക് സംശയം, ആർത്തവകാരിയാണ്, പ്രസവിച്ച് കിടക്കുകയാണ്, അല്ലെങ്കിൽ ജനാപത്തുകാരനാണ്, ചൊല്ലാമോ? ചൊല്ലുന്നതിൽ യാതൊരു തടസ്സവുമില്ല. ഏത് സമയത്തും ഏത് സന്ദർഭത്തിലും നമുക്ക് ചൊല്ലാൻ പറ്റിയതാണ് ഈ സ്വലാത്ത് എന്നുള്ളത്. അതുകൊണ്ട് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ആ സ്വലാത്ത് നമ്മൾ ആരും മറന്നു പോവാൻ പാടില്ല. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. നഷ്ടപ്പെടുത്തിയാൽ വലിയ നഷ്ടവാളികളിൽ നമ്മൾ പെട്ടുപോവാൻ സാധ്യതയുണ്ട്. അള്ളാഹു കാക്കുമാറാവട്ടെ. അതുകൊണ്ട് എൻ്റെ ഉപ്പമാരോട് പറയാനുള്ളത്, നേരത്തെ നിങ്ങൾ പള്ളിയിലേക്ക് പോവുക. കാരണം വെള്ളിയാഴ്ച ദിവസമാണ്, പ്രത്യേകിച്ച് റമദാൻ മാസമാണ്. നേരത്തെ പള്ളിയിലേക്ക് പോകുക. എൻ്റെ ഉമ്മമാർ ജോലിയൊക്കെ ഒതുക്കി നേരത്തെ തന്നെ നിസ്കാരപ്പായിൽ ഇരിക്കുക. അങ്ങനെ നിങ്ങൾ നിസ്കാരപ്പായിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇഅ്തികാഫിൻ്റെ നിയ്യത്ത് ചെയ്താൽ നിങ്ങൾക്ക് ആ ഇഅ്തികാഫ് ഇരുന്നതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. അല്ലാഹുവേ, നിനക്ക് വേണ്ടി ഞാൻ ഇവിടെ എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ഈ പായയിൽ അല്ലെങ്കിൽ ഈ മുറിയിൽ ഞാൻ ഇഅ്തികാഫ് ഇരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്താൽ മതി. എൻ്റെ ഉപ്പമാര് പള്ളിയിലേക്ക് കയറുമ്പോൾ തന്നെ, പള്ളിയിൽ ഇരിക്കുന്നതിന് മുമ്പ് തന്നെ നവൈത്തുൽ ഇഅ്തികാഫ ഫീ ഹാദൽ മസ്ജിദി ലില്ലാഹി തആല എന്ന നിയ്യത്ത് ചെയ്താൽ, ഇഅ്തികാഫിൻ്റെ നിയ്യത്ത് പള്ളിയിലേക്ക് കടന്ന് എപ്പോഴാണോ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ആ ടൈം നമ്മൾ പള്ളിയിൽ സ്പെൻഡ് ചെയ്യുന്ന എത്ര ടൈമുണ്ടോ പള്ളിയിൽ കിടന്ന് ഉറങ്ങട്ടെ, ഖുർആൻ ഓതുന്നവനാണെങ്കിൽ ഖുർആൻ ഓതട്ടെ, നിസ്കരിക്കുന്നവനാണെങ്കിൽ നിസ്കരിക്കട്ടെ, എന്ത് ചെയ്താലും അതിന് പ്രതിഫലം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം നമ്മൾ നഷ്ടപ്പെടുത്തുന്നവരായി മാറരുത്. അല്ലാഹു തആല വെള്ളിയാഴ്ച ദിവസം അനുകൂലമായി സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ അറിവുകൾ നിങ്ങളുടെ ബന്ധുമിത്രാദികളിലേക്ക്, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അവരും പഠിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല അതിനുള്ളൊരു അവസരമായി ഈ ഒരു പരിപാടിയെ അല്ലാഹു മാറ്റട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.